അജിതയുടെ മനസ്സ്. പാട്ടിനോടുള്ള ഇഷ്ടം പാട്ട് പാടാനും പഠിക്കാനും സഹായിച്ചു. നാട്ടുവെളിച്ചം ബീറ്റ് സിംഗേഴ്സിന്റെ സഹയാത്രികയായി കൂടിയപ്പോൾ പ്രോത്സാഹനങ്ങളുടെ ആഘോഷവും പാട്ടിന്റെ വഴികളിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കാനും സാധിച്ചു. മകളുടെ ഭാവിയിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്ന മാതാപിതാക്കളുടെ നേരത്തെയുള്ള വിയോഗം അജിതയുടെ മനസ്സിൽ എപ്പോഴും തീരാ നോവാണ്. ഏറ്റുവാങ്ങുന്ന ഓരോ പുരസ്കാരങ്ങളുടെ സന്തോഷത്തിനിടയിലും രണ്ടിറ്റു കണ്ണുനീർ അജിത മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി അർപ്പിക്കാറുണ്ട്. കവയിത്രി, കഥാകൃത്ത്, ഗ്രന്ഥകർത്താവ്, ഗായിക, എഡിറ്റർ, മലയാളം, ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപികയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് മലാപ്പറമ്പ് ദേശോദ്ധാരണി വായനശാലയുടെ വനിതാ ചെയർപേഴ്സൺ കൂടിയാണ് അജിത മാധവ്. കവിതാ സമാഹാരങ്ങൾ, ബാലസാഹിത്യകൃതി, ചരിത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങി 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും 2 പുസ്തകങ്ങൾ അച്ചടിയിലുമാണ്. നിലവിൽ ഒരു നോവൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാറുള്ള അജിത കുറച്ച് ആൽബങ്ങൾക്ക് ഗാനരചന കൂടി നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് മലാപ്പറമ്പ് പൗർണമിയിലാണ് താമസം. റിട്ടയർഡ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ മാധവനാണ് ഭർത്താവ്. മക്കൾ ശ്രുതി വിനീത്, സംഗീത ജിക്കു. പ്രധാന പുരസ്കാരങ്ങൾ: വള്ളത്തോൾ കവിതാ പുരസ്കാരം 2021 ഉത്തര കേരള കവിതാ സാഹിത്യവേദി. ടാഗോർ കവിതാ പുരസ്കാരം 2023 കലാ സാംസ്കാരിക വേദി കോട്ടയം. സമഗ്ര സംഭാവനയ്ക്ക് ഭാരത് സേവക് സമാജ് ന്യൂഡൽഹിയുടെ ദേശീയ പുരസ്കാരം 2023 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സുഗതകുമാരി കവിതാ പുരസ്കാരം 2024 സർഗാരവം കവിതാ സാഹിത്യവേദി പുനലൂർ. പ്രവാസി ഭാരതി സാഹിത്യ പ്രതിഭാ പുരസ്കാരം 2025 കേരള ഗവൺമെന്റ്. വാഗ്ഭടാനന്ദ സ്വാമികളെ കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജീവിതാനുഭവങ്ങളിൽ നിന്നുരുത്തിരിയുന്ന പുതിയ ദർശനങ്ങളുടെ പ്രായോഗിക രീതികൾ എഴുത്തുകളിൽ വിന്യസിക്കുന്ന എഴുത്തുകാരി എന്ന നിലയിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം അജിത മാധവനെ തേടിയെത്തി. പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെയും കോഴിക്കോടിന്റെ സാംസ്കാരിക മഹാന്മാരുടെ ഓർമ്മകളെയും സാക്ഷി നിർത്തി നാട്ടുവെളിച്ചം ബീറ്റ് സിംഗേഴ്സിന്റെ അഭിമാന താരമായ അജിത മാധവനെ ആദരവ് ഏറ്റുവാങ്ങുവാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.